ഹലോ, ഇത് റൗഫാട്ടോ. റൗഫിൻ്റെ കല്യാണമാണ്. അപ്പുറത്തിരിക്കുന്നത് മൗലവിയാണ്. റൗഫ് എൻ്റെ വൈഫിൻ്റെ ഇത്താൻ്റെ മോനാട്ടോ. ഇത് അവൻ്റെ ഫ്രണ്ട്സും ബന്ധുക്കളൊക്കെയാണ്. ഞങ്ങൾ മൂപ്പരുടെ കല്യാണം കൊണ്ട് മൂപ്പർക്ക് വേണ്ടി ദുആ ചെയ്യണം. മൗലവി വന്ന് ദുആ ചെയ്യും. എന്നിട്ടാണ് മൂപ്പര് ഭാര്യ വീട്ടിലേക്ക് പോവുക. ഭാര്യ വീട്ടിലാണ് താമസം. അത് ലക്ഷദ്വീപിലെ സിസ്റ്റമാണ്. മെയിൻ ഫങ്ഷൻ നടക്കുന്നത് ഭാര്യ വീട്ടിലായിരിക്കും. ഭാര്യ വീട്ടിലാണ് വലിയ പന്തലിട്ടിട്ട് പാർട്ടി ഉണ്ടാവുക. പക്ഷേ ഇവിടെയും ചെറിയൊരു പാർട്ടി ഉണ്ടാകുന്ന വെച്ചാൽ ഇവിടെ നിന്ന് കഴിക്കുന്നത് കഴിക്കാം. പക്ഷേ വലിയ പന്തലും വലിയ പാർട്ടിയും ഒക്കെ തന്നെ ഭാര്യ വീട്ടിലായിരിക്കും. പുതിയാപ്പുള്ള നമ്മുടെ റോഫ് പുള്ളി ഇവിടെ നിന്ന് ഭാര്യ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അവിടെ നിന്ന് റോഫിൻ്റെ വൈഫ് ഇങ്ങോട്ടേക്ക് വരും. മൂപ്പത്തിക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ഈ പന്തൽ ഒരുക്കിയിരിക്കുന്നത്. മാത്രമല്ല മുകളിൽ സോഫ സെറ്റും പിന്നെ നല്ല നല്ല കുറേ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. മൂപ്പത്തിക്കും മൂപ്പത്തെ ഫ്രണ്ട്സിനും ഇരിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ നിന്നാണ് അവർ ഭക്ഷണം കഴിക്കുക. ഈ സെറ്റപ്പൊക്കെ നല്ല രസമല്ലേ കാണാൻ. എന്നിട്ട് മൂപ്പത്തി സ്വന്തം വീട്ടിലേക്ക് മടങ്ങും. ഭക്ഷണമൊക്കെ കഴിച്ച് അതിന് ശേഷം സ്വന്തം വീട്ടിലേക്ക് മടങ്ങും. റോഫ് ഭാര്യയുടെ കൂടെയാണ് സ്റ്റേ ചെയ്യുക. ഇതാണ് ഇവിടുത്തെ ഒരു രീതി. ലക്ഷദ്വീപത്തെ രീതി അങ്ങനെയാണ്. ഇതെൻ്റെ മോനാണ്, മൂത്ത മോനും രണ്ടാമത്തെ മോനും. ഈ തന്തൊട്ടിരിക്കുന്ന ആരെന്നറിയോ? റോഫിൻ്റെ അളിയനാണ്. ഇങ്ങനെ അളിയൻ വരണം. അളിയൻ വന്ന് അവരുടെ വീട്ടിലേക്ക് വെൽക്കം ചെയ്ത് കൊണ്ടുപോകണം. ഇദ്ദേഹം എൻ്റെ അങ്കിളാണ്. മാത്രമല്ല ഇവിടുത്തെ മൂത്ത പുതിയാപ്പിള്ള കൂടിയാണ്. വേണ്ടപ്പെട്ട ഒരാൾ വന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുക എന്നുള്ളത് അതൊരു വലിയ റെസ്പെക്റ്റാണ് കാണിക്കുന്നത്. ഒട്ടുമിക്ക എല്ലാ വീടുകളും ഇങ്ങനെയൊക്കെ ആയിരിക്കും. ബൈക്കിലാട്ടോ പോവുക. ഹോണൊക്കെ അടിച്ചിട്ട് അറിയിച്ചുകൊണ്ട് പോകും. പിന്നെ പടക്കം പൊട്ടിക്കും അവിടെ എത്തിക്കഴിഞ്ഞാൽ. പൊട്ടിക്കണതെന്ന് വെച്ചാൽ ഭയങ്കര ഇൻ്റർനാഷണൽ പൊട്ടിക്കലാട്ടോ. ജീവനും കൊണ്ട് ഓടും. തലയിൽ നിന്ന് കിളി പോവും. ആ സീനൊക്കെ നമുക്കിന്ന് കണ്ട് ആസ്വദിക്കാം. അല്ലാ 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 യാ അല്ലാ പടച്ചോനെ. കണ്ടല്ലേ, നമ്മുടെ പുതിയാപ്പിള അത് പേടിച്ച്. ഇത് ഇപ്പം കുറച്ച് ഓവറാണ്. പണ്ടൊക്കെ ഇത്ര കണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇവൻ്റെ ഈ ഫ്രണ്ട്സ് കുറച്ചും കൂടി കുറവാണ് പൊട്ടിക്കൽ. പക്ഷേ ചിലരൊക്കെ ഇതിനേക്കാൾ കൂടുതലാണ്. പക്ഷേ ഈ വീഡിയോയിൽ ഞാൻ ഒരുപാട് പൊട്ടിക്കലുണ്ട്, അതെല്ലാം കാണിച്ചിട്ടില്ല. അത് പൊട്ടിയല്ല. നമ്മ പ്രാർത്ഥന കൊണ്ടത് പൊട്ടിയല്ല. ഭാഗ്യം പൊട്ടിയില്ല. പൊട്ടുങ്ങ പോലെ ഭയ ഇതിനെ ഒന്നും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല കേട്ടോ. ഈ പൈസക്ക് അവർക്ക് വല്ല കാശ്മീരിലേക്ക് പോകാൻ വേണ്ടി ഈ പടക്കം പൊട്ടിക്കണം. ഈ പടക്കത്തിൻ്റെ പൈസക്ക് ഇവരെല്ലാവരും കൂടിയിട്ട് കുറച്ച് പൈസ ഒപ്പിച്ച് ആ പെണ്ണിനെയും ആ ചെറുക്കനെയും കാശ്മീരിലേക്ക് ടൂറ് വിട്ടാൽ മതിയായിരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ വല്ല ഹജ്ജിന് ഉംറയ്ക്ക് വിട്ടാൽ മതിയായിരുന്നു. എത്ര പുണ്യം കിട്ടും. ആ ചങ്ങാതി ഓലപ്പടക്കം കൊണ്ട് നമ്മുടെ അടുത്തേക്ക് വരികയാണ്. നമ്മൾ ഓടുകയാണ് പേടിച്ചിട്ട്, ഞാനും എൻ്റെ മോനുവേ. സുബ്ഹാനല്ലാഹ്,
അടുത്ത റബ്ബിലായിട്ട് നമ്മുടെ എന്തൊരു കഷ്ടം ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ എന്താ ചെയ്യുക? ഇതിപ്പോൾ അള്ളാൻ്റെ കൃപ കൊണ്ട് ഞങ്ങളൊക്കെ ഇങ്ങനെ ദുനിയാവിൽ ജീവിക്കുന്ന ഇവറ്റകളുടെ ഇടയിൽ ഇവന്മാരെ പോലത്തെ ഇടയിൽ ഒട്ടുമിക്ക കല്യാണത്തിന് എന്തെങ്കിലും വ്യത്യാസമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടാവും, ഫ്രണ്ട്സ് ഒപ്പിക്കും. അങ്ങനെ ഇതാണ് ഇത്തവണ ഇന്ത്യയുടെ ഫ്ലാഗ് പിടിച്ചുകൊണ്ട് ദേശസ്നേഹം തുളുമ്പിക്കൊണ്ട് ഭാര്യയുടെ അടുത്തേക്ക് പോകുന്നു, ഭാര്യ വീട്ടിലേക്ക് പോകുന്നു. മാഷാ അല്ലാ. റോഫ് കയറി അതിൻ്റെ അകത്ത് എൻ്റെ പൊന്നു ചങ്ങാതിമാർ ഇതിങ്ങനെ തന്നെയാട്ടോ. ഇത് റോഫിന് മാത്രമല്ല, ഇങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിലുള്ളത്. ഇതൊക്കെ ഞങ്ങൾ ദ്വീപിലുള്ള കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് അഗത്തി ഇതിൻ്റെ ക്യാപിറ്റലാട്ടോ. ഇമാതിരി പരിപാടിയുടെ തലസ്ഥാനം ഞങ്ങളുടെ അഗത്തിയാണ്. വടക്കിന് അത് പുതിയാപ്പിള്ള വന്ന് വീട്ടിൽ കയറുമ്പോഴേ കോയിന് ഇട്ട് കൊടുക്കും ഒരു പാത്രത്തിലേക്ക്. ഒരു കുട്ടിയുടെ കയ്യിൽ ആ പാത്രം ഉണ്ടാവും, അത് കിരിക്കൊണ്ട് ഓടും. ഇദ്ദേഹത്തിൻ്റെ ആളിയന്മാർ അങ്ങനെ ആരെങ്കിലും വേണ്ടപ്പെട്ട ഒരു ഇൻഡിവിജ്വൽ സോഫ്റ്റ് ഡ്രിങ്ക്സ് കൊടുക്കും. പുള്ളി അത് കുടിക്കും, പിന്നെ അത് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യും. അതേ ഗ്ലാസ് തന്നെ. ഇത് ട്രഡീഷണലാണ്, ഇത് പണ്ട് ഞങ്ങൾ ചെയ്യുന്നതാണ്. എന്നിട്ട് 30 റൂമിലേക്ക് കയറും. പക്ഷെ പിന്നെ അറ കാണൽ ചടങ്ങ്, അറ തുറന്നു കൊടുക്കും പുതിയാപ്പിള്ളക്കും ഫ്രണ്ട്സിനും. ആളിയൻ തുറന്നു കൊടുക്കുകയാണ്. ഇത് ജസ്റ്റ് ഇവിടെ പോയി കയറി എല്ലാവരും ഇരിക്കും. പിന്നെ ഇതിൻ്റെ അകത്ത് ഈ ബെഡിൽ ചിലപ്പോൾ കിടക്കും ഈ ഫ്രണ്ട്സ്, ബാത്റൂം ഉപയോഗിക്കും. ഇതൊരു രീതിയാണ്. ഇവിടെ നിന്ന് കുറേ കത്തിയടിയായിരിക്കും. അതിൻ്റെ ഇടയിൽ ഒച്ചത്തിൽ പറയുന്ന എല്ലാവരും മാറാൻ വേണ്ടിയിട്ട് ഈ റൂമിൽ നിന്ന്. അത് ദേഷ്യപ്പെടുന്നൊന്നുമില്ല, ഇറക്കി വിടുന്നതുമല്ല കേട്ടോ. കുറച്ച് സമയത്തേക്ക് മൂപ്പരുടെ വൈഫ് ഇങ്ങോട്ടേക്ക് വരും ഈ റൂമിലേക്ക്. മൂപ്പരും ഉണ്ടാവും. അവർ പ്രാർത്ഥിക്കും. ഒരു പ്രാർത്ഥനാ ചടങ്ങുണ്ട്. പ്രാർത്ഥന അറിയാത്ത ആളുകളൊക്കെ ഉണ്ടല്ലോ, കയ്യിലേക്ക് പ്രാർത്ഥന എഴുതിക്കൊണ്ട് വരും ഈ പേപ്പറിലായിട്ട്. അത് നോക്കി വായിക്കുകയാണ് ചെയ്യുക അറയിൽ വച്ചിട്ട്. അതൊന്നും നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ആ ഒരു ചടങ്ങ് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിക്കുക. പുതിയാപ്പിള്ളയും ഉണ്ടാവും. ഭാര്യ വീട്ടിലാണ് വലിയ പന്തലും വലിയ പാർട്ടിയും ഉണ്ടാവുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതാണ് ഈ കാണുന്നത്. ഇവിടെ നിന്ന് ഞങ്ങൾ കഴിച്ചത് നെയ്ച്ചോറും കൂട്ടാനുമായിരുന്നു. നല്ല ടേസ്റ്റി ആയിരുന്നു. സൂചിപ്പിക്കാൻ വേണ്ടി കളവ് പറയുന്നതല്ല കേട്ടോ, സത്യമാണ് കേട്ടോ. അതുമാത്രമല്ല, എൻ്റെ എളിയ മോന്, രണ്ടാമത്തെ മോന് ഹൃദാനെ വൈഫ് ഹൗസിൽ വെച്ചിട്ട് ഞാൻ ബിരിയാണി കഴിപ്പിച്ചു ഇച്ചിരി. മാഷാ അല്ലാ, ആ ഒരു മാസങ്ങളിൽ കഴിച്ച ബിരിയാണിയുടെ ഏറ്റവും ടോപ്പ് ബിരിയാണി. ആരാണ് ഈ ചെഫ് എന്നുള്ളത് നമുക്കറിയില്ല. കണ്ണ് തട്ടായിരിക്കട്ടെ. അതറിയാനും താല്പര്യമില്ല, പറയാനും താല്പര്യമില്ല. കണ്ണ് തട്ടായിരിക്കട്ടെ. എന്തെങ്കിലും ദിവസം എവിടെന്നെങ്കിലും വീണ്ടും വീണ്ടും അയാളുടെ ബിരിയാണി കഴിക്കാൻ പറ്റും. ഇത് സത്യാന്തമായിട്ട് പറയുന്ന കേട്ടോ, കളവല്ല. മാഷാ അല്ലാ. അങ്ങനെ സൂപ്പറായിരുന്നു എല്ലാം. പോതും മതിയാക്കും. അത് സാലഡ് ആക്കും. മെല്ലെ പറഞ്ഞു
ഭക്ഷണം കഴിച്ച ശേഷം ഞങ്ങൾ അറയിൽ പോയിരുന്ന് കസ്റ്റാർഡ് കഴിക്കും, അല്ലാതെ നമ്മൾ ഫ്രൂട്ടി കുടിക്കും, എന്തെങ്കിലും മധുരം. ഇതൊരു രീതിയാണ്, ട്രഡീഷൻ. പിന്നെ ഇവിടെ വീണ്ടും കഥ പറയും, കത്തിയടിക്കൽ കേട്ടോ. പിന്നെ ഞങ്ങൾ രണ്ടാമത് ഞങ്ങൾ എന്ത് ചെയ്യും, വീണ്ടും ഞങ്ങളെല്ലാവരും പിരിഞ്ഞു പോകും, വൈഫ് വന്ന് കയറും. അങ്ങനെയാട്ടോ ഞങ്ങളുടെ കല്യാണം. ഇപ്പം ഞങ്ങൾ ഇതിൻ്റെ അകത്ത് കുറേ ഫോട്ടോഷൂട്ടുകൾ, ഈ പരിപാടിയൊക്കെ ആയിരിക്കും. പിന്നെ കുറേ ഉപദേശങ്ങളൊക്കെ കൊടുക്കും പുതിയ പിള്ളേർക്ക്. അങ്ങനെ ഒരുപാട് ഫോട്ടോ എടുക്കും. ഞാൻ അങ്ങനെ സലാം പറഞ്ഞ് ഇറങ്ങുകയാണ്. ഇതാണ് ഞങ്ങളുടെ ദ്വീപുകാരുടെ പുറത്താക്കൽ, പുതിയാപ്പിള്ളയെ പുറത്താക്കൽ എന്ന് പറഞ്ഞ ആ ഒരു ഡേ, ആ ഒരു ഫങ്ഷൻ, കസ്റ്റം. അങ്ങനെ നമ്മുടെ വീഡിയോ കഴിഞ്ഞു. നിങ്ങൾ ലക്ഷദ്വീപിൽ വരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുന്നത് എൻ്റെ നമ്പറാണ്. വളരെ കുറഞ്ഞ ചിലവിൽ ഞാൻ നിങ്ങളെ കൊണ്ടുവരാം. ഓക്കെ, ആ കാര്യം എല്ലാവരോടും പറയണം, മറക്കരുത്.